നവി മുംബൈയിൽ കോംപ്ലക്സിനുണ്ടായ തീപിടുത്തത്തിൽ ഒരു കുടുംബത്തിലെ 3 മലയാളികൾക്ക് ദാരുണാന്ത്യം. സുന്ദർ ബാലകൃഷ്ണൻ, ഭാര്യ പൂജ രാജൻ, മകൾ 6 വയസ്സുകാരി വേദിക സുന്ദർ ബാലകൃഷ്ണൻ എന്നിവരാണ് മരിച്ചത്. MG കോംപ്ലക്സിൽ ഇന്നലെ രാത്രിയായിരുന്നു സംഭവം. 10 പേർക്ക് പരിക്കുണ്ട്. ശ്രീനാഥ് ചന്ദ്രനുണ്ട് മുംബൈയിൽ നിന്ന് വിവരങ്ങൾ. ശ്രീനാഥ്, അങ്ങേറ്റം വേദന ഉണ്ടാക്കുന്നതാണ് ഈ വിവരം, ദൃശ്യങ്ങളും ഒക്കെ തന്നെ. എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്? മറ്റ് കൂടുതൽ പേർക്ക് പരിക്കുണ്ടോ? എന്താണ് വിശദാംശങ്ങൾ? ശ്രീനാഥ് ചന്ദ്രൻ ഞങ്ങളുടെ പ്രതിനിധി അല്പസമയത്തിനകം ചേരും. സാങ്കേതിക പ്രശ്നമാണ്. ഒരു കുടുംബത്തിലെ 3 മലയാളികളാണ് നവി മുംബൈയിലെ കോംപ്ലക്സിലുണ്ടായ തീപിടുത്തത്തിൽ കഴിഞ്ഞ ദിവസം മരിച്ചത്. സുന്ദർ ബാലകൃഷ്ണൻ, ഭാര്യ പൂജ രാജൻ, മകൾ 6 വയസ്സുള്ള വേദിക സുന്ദർ ബാലകൃഷ്ണൻ എന്നിവരാണ് മരിച്ചത്. MG കോംപ്ലക്സിലായിരുന്നു അപകടം. 10 പേർക്ക് ഈ അപകടത്തിൽ പരിക്കുണ്ട് എന്നതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. ശ്രീനാഥ് ചന്ദ്രനുണ്ട്. ശ്രീനാഥ്, പറയൂ. GK, ഇന്ന് പുലർച്ചെ ഏതാണ്ട് 1 മണിയോടെയാണ് തീപിടുത്തം ഉണ്ടായത്. വാശിയിലെ MG കോംപ്ലക്സിലാണ് തീപിടുത്തം ഉണ്ടാകുന്നത്. ആദ്യം 10ാം നിലയിൽ തീ പടർന്നു, പിന്നീട് അത് 11, 12 നിലകളിലേക്ക് പടരുകയായിരുന്നു. 10 പേർക്ക് പൊള്ളലേറ്റ് ഇപ്പോൾ ചികിത്സയിലുണ്ട്. 4 പേരുടെ മരണമാണ് ഇതുവരെ സ്ഥിരീകരിച്ചത്. അതിൽ തിരുവനന്തപുരത്ത് നിന്നുള്ള ഒരു കുടുംബം, അവർ വർഷങ്ങളായി മുംബൈയിൽ സ്ഥിരതാമസമാക്കിയതാണ്. ആ കുടുംബത്തിലെ 3 പേരാണ് ഇപ്പോൾ ഈ അപകടത്തിൽ മരണം സ്ഥിരീകരിച്ചിട്ടുള്ളത്. പൂജ രാജൻ, അവരുടെ ഭർത്താവ്, ഒപ്പം തന്നെ അവരുടെ 6 വയസ്സുള്ള മകൾ വേദിക എന്നിവരാണ് മരിച്ചത്. മൃതദേഹങ്ങൾ ഇപ്പോൾ വാശിയിലെ മുനിസിപ്പൽ ആശുപത്രിയിലാണ്. പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികളൊക്കെ തന്നെ ഈ ഘട്ടത്തിൽ പുരോഗമിച്ച് വരികയാണ്. 10 പേർ പരിക്കുകളോടെ നവി മുംബൈയിലെ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലും ഉണ്ട്. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നതാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. പുറത്തുള്ള AC യൂണിറ്റ് പൊട്ടിത്തെറിച്ചതാണ് എന്നത് ദൃക്സാക്ഷികൾ പറയുന്നുമുണ്ട്. ഇന്നലെ ദീപാവലി ദിവസമായതിനാൽ പലയിടത്തും ആ തരത്തിൽ പടക്കം പൊട്ടിച്ചതുകൊണ്ടും മറ്റുമൊക്കെ തീപിടുത്തം ഉണ്ടായ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് ആ തരത്തിലുള്ള ഒരു സംഭവമല്ല എന്നതാണ് ദൃക്സാക്ഷികൾ അറിയിച്ചിട്ടുള്ളത്. നവി മുംബൈയിലെ വിവിധ ഇടങ്ങളിൽ നിന്നുള്ള ഫയർ എഞ്ചിനുകൾ എത്തിയാണ് ഏറെ പണിപ്പെട്ട് പുലർച്ചെയോടെ തീ അണച്ചത്. GK, കിടന്നുറങ്ങിയതാണ്. പക്ഷെ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ AC ഷോർട്ട് സർക്യൂട്ടായി എന്നാണ് പറയുന്നത്. അതിൻ്റെ താഴെ ഒരു ഗുജറാത്തി സ്ത്രീയിലായിരുന്നു, വയസ്സായവർ. അത് 4 പേരും മരിച്ചു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബോഡിയിൽ നിന്ന് എടുക്കുന്ന പറയുന്നത്. വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.